അടുത്തത് ഗാമറ്റോജെനിസിസ് ഇൻ ഫീമെയിൽ. സോ ഫീമെയിൽ ഗാമറ്റ് എന്ന് പറയുന്നത് പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ എന്തായിരുന്നു? ഓവറി. സോ ഓവറിയാണ് ഫീമെയിൽ ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്തായിരുന്നു ഫീമെയിൽ ഗാമറ്റ്? ഓവം. സോ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗാമറ്റാണ് ഓവം. പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗനാണ് ഓവറി. സോ അങ്ങനെ ഓവറി ഫീമെയിൽ ഗാമറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെച്യൂർ ഫീമെയിൽ ഗാമറ്റ് അഥവാ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഊജെനിസിസ്. ഊജെനിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഫീമെയിൽ ഗാമറ്റ് ഫോർമേഷൻ. എന്താണ് ഫീമെയിൽ ഗാമറ്റ്? ഓവം. മെച്യൂർ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഊജെനിസിസ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഊജെനിസിസ്. നമ്മൾ സ്പേം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞു. അതുപോലെ ഓവം ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് ഊജെനിസിസ്. നമ്മൾ പറയുന്നു റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകളിൽ മെയിലും ഫീമെയിലും റിമാർക്കബിൾ ആയിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അതിലൊന്ന് നമ്മൾ പറഞ്ഞിരുന്നു, മെയിലിൽ സ്പേം പ്രൊഡക്ഷൻ ഈവൺ ഓൾഡ് മെൻ ആണെങ്കിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഫീമെയിൽ അറൗണ്ട് 50 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും ഈ ഫീമെയിൽ ഗാമറ്റ് അഥവാ ഓവത്തിൻ്റെ ഫോർമേഷൻ സ്റ്റോപ്പ് ചെയ്യും, സീസ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനൊരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമാറ്റോജെനിസിസ് അഥവാ സ്പേം ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിലിൽ പ്യൂബർട്ടി സമയത്ത് മാത്രമാണ്. സോ ഒരു മെയിലിൽ പ്യൂബർട്ടി ആകുമ്പോൾ മാത്രമേ അവരുടെ ബോഡിയിൽ സ്പേം അഥവാ മെയിൽ ഗാമറ്റിൻ്റെ പ്രോസസ്സുകൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്നാൽ ഫീമെയിലിൽ അങ്ങനെയല്ല. ഫീമെയിലിൽ ഈ ഊജെനിസിസ് അഥവാ ഓവം ഫോർമേഷൻ വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, ഒരു പെൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളതിനെ ഫീറ്റൽ ഓവറി എന്ന് പറയും. അപ്പോൾ തന്നെ ആ ഫീറ്റസ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ തന്നെ അതിൻ്റെ ഓവറിയിൽ ഈ ഊജെനിസിസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജുകളൊക്കെ കഴിയും, അല്ലെങ്കിൽ ഊജെനിസിസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പുകളൊക്കെ തുടങ്ങി വയ്ക്കും. എന്നാൽ മെയിൽ അങ്ങനെയല്ല, പ്യൂബർട്ടി ആയതിനു ശേഷം മാത്രമേ സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾഡ് മെൻ വരെ അത് കണ്ടിന്യൂ ചെയ്യും. ഫീമെയിലിൽ വളരെ നേരത്തെ ഒരു ഫീറ്റസ് സ്റ്റേജിൽ തന്നെ അതിൻ്റെ ഓവറിയിൽ എന്ത് സംഭവിക്കുന്നു? ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ട് മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകളിൽ. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഏർലി എംബ്രിയോണിക് സ്റ്റേജിലാണ്. ഇനീഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോണിക് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഏർലി എംബ്രിയോണിക് സ്റ്റേജിലാണ് ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മൾ പറയുമ്പോൾ എവിടെയാണ് ഏർലി എംബ്രിയോണിക് സ്റ്റേജ്? ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ അതാണ് ഫീറ്റൽ ഓവറി എന്ന് പറയും. സോ ഫീറ്റൽ ഓവറിയിൽ വെച്ചിട്ട് തന്നെ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫീറ്റൽ ഓവറിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ അവിടെ കപ്പിൾ ഓഫ് മില്യൺ ഗാമെറ്റ് മദർ സെല്ല് ഫോം ചെയ്യും. ഗാമെറ്റ് മദർ സെൽ അഥവാ ഊഗോണിയ, നമ്മൾ മെയിലിൽ പറഞ്ഞിരുന്നു സ്പെർമറ്റോഗോണിയ, അത് തന്നെയാണ് ഇവിടെയും പേര് ഊഗോണിയ. ഊഗോണിയ എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, ക്രോമസോം ഡിപ്ലോയിഡ് ആണ്. സോ 2n കണ്ടീഷനായിട്ടുള്ള സെല്ലുകൾ. അപ്പോൾ ഒരുപാട് ഗാമെറ്റ് മദർ സെല്ലുകൾ അഥവാ ഊഗോണിയ ഫീറ്റൽ ഓവറിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അമ്മയുടെ വയറ്റിൽ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഓവറിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഒരു പെൺകുഞ്ഞിന്. സോ ഊജെനിസിസിൽ മില്യൺ ഗാമെറ്റ് മദർ. സോ സ്റ്റാർട്ടിങ് ഒരുപാട് 6 to 7 മില്യൺ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് പ്യൂബർട്ടി ആകുമ്പോഴേക്കും അതിൻ്റെ എണ്ണം കുറഞ്ഞ് വരും. അതുകൊണ്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട് ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. മന്ത്ലി വൺസ് ആണ്, ഒരിക്കൽ മാത്രമേ ഓവം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇത്രയും മില്യണിൽ ഒരെണ്ണം മാത്രമേ. സോ ആ മില്യണിൽ കുറേയൊക്കെ ഡീജനറേറ്റ് ചെയ്ത് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഊഗോണിയ അഥവാ മില്യൺ ഗാമെറ്റ് മദർ സെല്ല് ഫീറ്റൽ ഓവറിയിൽ ഫോം ചെയ്തു. നമ്മളതിൻ്റെ പറഞ്ഞു 2n കണ്ടീഷനാണ്. ഇനി അതിനുശേഷം ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആഫ്റ്റർ ബർത്ത് ഒരു ഊഗോണിയ ഫോം ചെയ്യില്ല. നോ മോർ ഊഗോണിയ ഫോംഡ് ആഫ്റ്റർ ബർത്ത്. സോ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫീറ്റൽ ഓവറിയിൽ ആ ഗാമെറ്റ് മദർ സെൽ അഥവാ ഊഗോണിയ ഫോം ചെയ്തിട്ടുണ്ടാവും. ആഫ്റ്റർ ബർത്ത് ഒരു ഊഗോണിയും ഫോം ചെയ്യില്ല. സോ സ്റ്റാർട്ടിങ് തന്നെ അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സോടു കൂടിയാണ് അത് ഊജെനിസിസ് അവിടുന്ന് ഒരു ഫീമെയിൽ ഫീറ്റസ് വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഊഗോണിയ എന്ന് പറഞ്ഞാൽ ആ മില്യൺ ഗാമെറ്റ് മദർ സെല്ല് അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. കുറേ ഡിവൈഡ് ചെയ്ത് സ്റ്റാർട്ടിങ് ഡിവിഷൻ.
സോ ഡിവൈഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് എങ്ങനത്തെ ഡിവിഷനാണ് അവിടെ കുറേ ഊഗോണിയ ഉണ്ടാവും. അതിൽ ചില ഊഗോണിയ ഡിവൈഡ് ചെയ്ത് പ്രൈമറി ഊസൈറ്റായിട്ട് മാറും. ചില ഊഗോണിയ അല്ലെങ്കിൽ ഊഗോണിയ ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറും? പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റായിട്ട് മാറുന്നത് എങ്ങനത്തെ ഡിവിഷനാണ്? മിയോട്ടിക് ഡിവിഷൻ അഥവാ റിഡക്ഷൻ ഡിവിഷനാണ്. നമ്മൾ പിന്നെ ഗ്യാമറ്റുകൾ ഫോം ചെയ്യാനുള്ള ഡിവിഷനാണ് റിപ്രൊഡക്റ്റീവ് യൂണിറ്റുകളായ ഗ്യാമറ്റ് ഫോം ചെയ്യുന്ന റിഡക്ഷൻ. സോ ഈ ഊഗോണിയ മദർ സെല്ല് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റ് മദർ സെല്ല് എന്ത് ചെയ്യും? അത് ഡിവൈഡ് മിയോട്ടിക് ഡിവിഷൻ. ആ മിയോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മിയോസിസിൻ്റെ 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. മിയോസിസ് 1 പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ മിയോസിസ് 1 പ്രൊഫേസ് 1 വെച്ച് അതിൻ്റെ ഡിവിഷൻ സ്റ്റോപ്പ് ആവും. അതായത് പ്രൊഫേസ് 1 കഴിഞ്ഞ് മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിലേക്ക് ഒന്നും അത് കിടക്കില്ല. ടെമ്പററി ആയിട്ട് ആ പ്രൊഫേസ് 1 വെച്ച് മിയോട്ടിക് ഡിവിഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞത് അറസ്റ്റഡ് ആവും. പിന്നെ അതിൽ ഡിവിഷൻ തൽക്കാലത്തേക്കില്ല. അതാണ് ടെമ്പററിലി അറസ്റ്റഡ്. സോ ഊഗോണിയ പ്രൊഫേസ് 1 മിയോസിസ് 1 പ്രൊഫേസ് 1 എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തി ടെമ്പററിലി അറസ്റ്റഡ് ആവും. പിന്നെ അതിൻ്റെ ഡിവിഷൻ കുറേ കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്, കുറേ നാൾ കഴിഞ്ഞിട്ട്. സോ ആ ടെമ്പററി അറസ്റ്റ് ചെയ്ത് ഊഗോണിയ പ്രൊഫേസ് 1 വന്നിട്ട് ഉണ്ടാവുന്നതാണ് പ്രൈമറി ഊസൈറ്റ്. ഊഗോണിയ എന്തായി മാറി? പ്രൈമറി ഊസൈറ്റുകളായിട്ട് മാറി. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രൊഫേസ് 1 മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പ്രൊഫേസ് 1 വന്ന് അതിൻ്റെ ഡിവിഷൻ സ്റ്റോപ്പായി, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ടെമ്പററി അറസ്റ്റഡായി. അതാണ് ഉണ്ടാവുന്നത് പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്, എന്താ ഫർദർ ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ കാരണം? മിയോസിസ് 1 ആയിട്ടുള്ളൂ. അതും മിയോസിസ് 1 ഏത് മാത്രമേ? പ്രൊഫേസ് 1 മാത്രമേ ഉള്ളൂ. ഇനി മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് പിന്നീട് നടക്കില്ല. അതുകൊണ്ട് ഈ പ്രൈമറി യൂസൈറ്റ് എന്നുള്ള സ്റ്റേജ് സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. അതാണ് നമ്മൾ പറയുന്നത് ടെമ്പററി എറർ. സസ്പെൻഡഡ് ആയിട്ട് നിൽക്കണു, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈമറി യൂസൈറ്റ് ഇനി എന്തായി മാറണം എന്നുള്ളത് സസ്പെൻഡഡ് ഫർദർ ഡെവലപ്മെൻറ്റ് ടിൽ എവിടെ വരെ? പ്യൂബേർട്ടി ആവണ വരെ. സോ പ്രൈമറി യൂസൈറ്റിൻ്റെ നെക്സ്റ്റ് ഫർദർ ഡെവലപ്മെൻറ്റ് അങ്ങനെ തന്നെ നിൽക്കും. പ്യൂബേർട്ടി ആയതിന് ശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ? ഈ പ്രൈമറി യൂസൈറ്റിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് മിയോസിസ് 1 ഫർദർ സ്റ്റെപ്പുകൾ പ്രൊഫേസ് 1 കഴിഞ്ഞാൽ മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് 1 സ്റ്റേജുകളിലൂടെ കടന്നു പോവുകയുള്ളൂ. സോ ടെമ്പററിലി അറസ്റ്റഡായി പ്രൈമറി യൂസൈറ്റ് പ്യൂബർട്ടി വരെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഈ പ്രൈമറി യൂസൈറ്റ് ആണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉള്ളത്. സോ ബേബി ബോൺ വിത്ത് ഒരു ന്യൂ ബോൺ ബേബി ബോൺ വിത്ത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് പ്രൈമറി യൂസൈറ്റ്. ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഊസൈറ്റോടു കൂടിയാണ് ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത്. സോ ഡെഫിനിറ്റ് നമ്പർ ഓഫ് പ്രൈമറി ഊസൈറ്റ് അതിൻ്റെ ഫിറ്റൽ അല്ലെങ്കിൽ അതിൻ്റെ ഓവറിയിൽ ഉണ്ടായിരിക്കും. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഊജെനിസിസ് സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കുക ടിൽ പ്യൂബർട്ടി. സോ ഊജെനിസിസ് ഇസ് കംപ്ലീറ്റഡ്. ഇനി എപ്പോഴാണ് ഊജെനിസിസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ നടക്കുക? ഊജെനിസിസ് കംപ്ലീറ്റഡ് ഓൺലി ആഫ്റ്റർ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. സോ പ്യൂബർട്ടി ആയതിനു ശേഷം മാത്രമേ ഈ ഊജെനിസിസിൻ്റെ മിയോസിസ് 1 പ്രൊഫേസ് 1 കഴിഞ്ഞുള്ള സ്റ്റേജുകളിലേക്ക് അത് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് മില്യൺ ഗ്യാമറ്റ് മദർ സെല്ലുകളാണ് ഫീറ്റസിലുണ്ടായിരുന്നത്. എന്നിരുന്നാൽ ഇത്രയും സ്റ്റേജുകൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും പ്യൂബർട്ടി ആകുമ്പോഴേക്കും എന്താണ് ഈ മില്യണുകളിൽ അറൗണ്ട് 400 അല്ലെങ്കിൽ 500 ഡിപ്ലോയിഡ് സെല്ലുകൾ മാത്രമേ FSH ഫോളിക്കുലാർ സ്റ്റിമുലേറ്റഡ് ഹോർമോൺ വഴി സ്റ്റിമുലേറ്റ് ചെയ്ത് മെച്യൂർ ആവുള്ളൂ, അല്ലെങ്കിൽ ഓവമായിട്ട് മാറാൻ പോകുന്നുള്ളൂ. സോ ഇത്രയും മില്യൺ ഗ്യാമറ്റ് മദർ സെൽ ഉണ്ടെങ്കിലും അതിൽ ഓരോ സ്റ്റേജുകളിൽ അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. അതിന് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് ഫോളിക്കുലാർ എട്രീഷ്യ. ഫോളിക്കുലാർ എട്രീഷ്യ എന്നൊരു പേര്, ഫോളിക്കിൾസ് ഡീജനറേറ്റ് ചെയ്യണം. സോ ഊജെനിസിസ് പ്യൂബർട്ടി ആയതിനു ശേഷമേ പിന്നീട് അതിൻ്റെ ഫർദർ സ്റ്റെപ്പുകൾ നടക്കുള്ളൂ. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഊജെനിസിസിൽ അതിൽ കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം, കുറച്ച് പേര് മാത്രമേ ഒരു സെക്കൻഡറി യൂസൈറ്റ് അതല്ലെങ്കിൽ ഓവമായിട്ട് മാറാൻ പോകുന്നുള്ളൂ. ഇനി ഇങ്ങനെയാണ് നോക്കാം, നമ്മുടെ പ്രൈമറി യൂസൈറ്റ് അവിടെ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കണം. ആ പ്രൈമറി യൂസൈറ്റിൽ ഓരോ പ്രൈമറി യൂസൈറ്റും ഒരു കുറച്ച് ഡെഫിനറ്റ് നമ്പർ ഓഫ് പ്രൈമറി യൂസൈറ്റോട് കൂടിയാണ് ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത്. അപ്പോൾ ആ പ്രൈമറി യൂസൈറ്റിലെ കൂടെ ഒരു അഡീഷണൽ ലെയർ ഓഫ് സെൽസ് ഫോം ചെയ്യും, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. അതാണ് ഗ്രാനുലോസ സെൽസ്. സോ ഓരോ പ്രൈമറി യൂസൈറ്റിൻ്റെ ചുറ്റുമായിട്ട് ഗ്രാനുലോസ സെൽസ് എന്ന് പറഞ്ഞ ഒരു ലെയർ ഫോം ചെയ്യും. അപ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ.
സോ ഓരോ പ്രൈമറി oocyte പ്ലസ് ഗ്രാനുലോസ സെൽസിൻ്റെ ലെയറും കൂടുമ്പോൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നു. ഈ പ്രൈമറി ഫോളിക്കിളിന് തൊട്ട് മുമ്പത്തെ രൂപമാണ് നമ്മൾ വിളിക്കും പ്രിമോഡിയൽ ഫോളിക്കിൾ. സോ പ്രിമോഡിയൽ ഫോളിക്കിളാണ് ആക്ച്വലി പ്രൈമറി ഫോളിക്കിളായിട്ട് മാറുന്നത്. സോ പ്രൈമറി ഫോളിക്കിളിൽ കുറേ പ്രൈമറി ഫോളിക്കിൾ ഡീജനറേറ്റ് ചെയ്ത് പോകും. സോ ഡീജനറേറ്റ് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി. സോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ പ്രൈമറി oocyteും ഗ്രാനുലോസ സെൽസിൽ കുറേ പ്രൈമറി ഫോളിക്കിളോട് കൂടിയുള്ള ആ പ്രൈമറി ഫോളിക്കിൾ ജനനം തൊട്ട് പ്യൂബർട്ടി ആവണ വരെ ടൈമിൽ കുറേ ഡീജനറേറ്റ് ചെയ്തു. ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസ് ഡീജനറേറ്റ് ചെയ്തു പോകും. എന്നാൽ പ്യൂബർട്ടി ആകുമ്പോൾ ആ കുഞ്ഞിൽ അല്ലെങ്കിൽ ആ കുട്ടിയിൽ അവശേഷിക്കുന്ന ഒരു ഗേളിൽ അവശേഷിക്കത്തുണ്ടാവും 60,000 to 80,000, 60,000 മുതൽ 80,000 വരെ പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ റിമൈനിങ് ഉള്ളൂ. ബാക്കിയെല്ലാം അത് ഇങ്ങനെ ഡീജനറേറ്റ് ചെയ്തു പോകും. ഞാൻ പറഞ്ഞു ഫോളിക്കുലാർ എട്രീഷ്യ എന്ന് പറയും. പതുക്കെ പറയും. ആ മില്യണിൽ നിന്ന് ഇപ്പോൾ എവിടം വരെ എത്തി? 60,000 to 80,000 നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് എപ്പോൾ ഉള്ളൂ. ഇനി പ്യൂബർട്ടി ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ സ്റ്റെപ്പുകളാണ്. സോ പ്യൂബർട്ടി ആകുമ്പോൾ ഇത് പ്രൈമറി ഫോളിക്കിൾ 60 to 80,000 വരെ ഉണ്ടാവുള്ളൂ. ആ പ്രൈമറി ഫോളിക്കിൾ പ്യൂബർട്ടി ആയിക്കഴിഞ്ഞാൽ അതിൽ ഇനി ഫർദർ ഡെവലപ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ആ പ്രൈമറി ഫോളിക്കിൾ എന്ത് ചെയ്യും? ആ പ്രൈമറി ഫോളിക്കിൾ ഇനിയും അഡീഷൻ ലെയർ ഫോം ചെയ്യും. സോ പ്രൈമറി oocyteൽ ഒരു ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്തപ്പോഴാണ് നമ്മളതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിച്ചത്. ഇനി ഈ പ്രൈമറി ഫോളിക്കിളിൻ്റെ കൂടെ മോർ ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്യും. അഡീഷണൽ പ്രൊട്ടക്റ്റീവ് ലെയറുകൾ വരും. പ്ലസ് ഒരു സ്പെഷ്യൽ സെല്ലും കൂടി ഫോം ചെയ്യും, തീക്ക സെൽസ്. സോ പ്രൈമറി ഫോളിക്കിളും മോർ ഗ്രാനുലോസ സെൽസും തീക്ക സെൽസും കൂടി അതിനെ കവർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ. സോ പ്രൈമറി ഫോളിക്കിൾ പ്ലസ് ഗ്രാനുലോസ സെൽസ് പ്ലസ് തീക്ക സെൽസ് ആകുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ. ഇനി സെക്കൻഡറി ഫോളിക്കിൾ ഇനിയും ചേഞ്ചസ് വരും, ഇങ്ങനെ തന്നെ നിൽക്കില്ല. അപ്പോഴും നമുക്കറിയാം ഈ പ്രൈമറി oocyte എന്ന് പറഞ്ഞതിനെ കവർ ചെയ്തപ്പോഴാണ് നമ്മളതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞത്. സോ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവുമ്പോഴും ഈ സെക്കൻഡറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ആര് തന്നെയാണുള്ളത്? മെയിൻ ആളാരാണ്? പ്രൈമറി oocyte. സോ സെക്കൻഡറി ഫോളിക്കിളിൻ്റെ ഉള്ളിലും ആരാണ്? പ്രൈമറി. ജസ്റ്റ് ലെയർ മാത്രമേ കവറിങ് വന്നിട്ടുള്ളൂ. ഈ സെക്കൻഡറി ഫോളിക്കിൾ ഇതിൻ്റെ കൂടെ ഇനിയും അഡീഷണൽ ലെയർ വരികയാണ്. സോ സെക്കൻഡറി ഫോളിക്കിൾ പ്ലസ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതാണ് ഫ്ലൂയിഡ് ഫിൽഡ് ആന്ത്രം. ഫ്ലൂയിഡ് ഫിൽഡ് ആന്ത്രം. സോ സെക്കൻഡറി ഫോളിക്കിൾ പ്ലസ് ഫ്ലൂയിഡ് ഫിൽഡ് ആന്ത്രം വരും. അതുപോലെ തന്നെ നേരത്തെ ഫോം ചെയ്ത തീക്ക ലെയർ എന്തായിട്ട് മാറും? തീക്ക എക്സ്റ്റേണ ആൻഡ് തീക്ക ഇൻറ്റേണ. എക്സ്റ്റേണൽ ലെയർ തീക്ക, ഇൻറ്റേണൽ ലെയർ തീക്ക. സോ സെക്കൻഡറി ഫോളിക്കിളിൻ്റെ കൂടെ ഒരു അതിൻ്റെ കാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ആന്ത്രം എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ പ്ലസ് തീക്ക ലെയർ എക്സ്റ്റേണ ഇൻറ്റേണ ആയിട്ട് മാറും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി ഫോളിക്കിളിൻ്റെ കൂടെ ഇത്രയും അഡീഷണൽ ആയിട്ടുള്ള തീക്ക, എക്സ്റ്റേണ, ഇൻറ്റേണ ആൻഡ് ആന്ത്രം വന്നപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടെർഷ്യറി ഫോളിക്കിൾ. സോ സെക്കൻഡറി ഫോളിക്കിൾ എന്തായി മാറി? ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറി. ജസ്റ്റ് ലെയറുകൾ ആഡപ്പ് ചെയ്യുന്നു മാത്രം. അപ്പോഴും ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ആര് തന്നെയാണുള്ളത്? പ്രൈമറി oocyte. പ്രൈമറി oocyte തന്നെയാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. അത് ലെയറുകൾ മാത്രം ഫോം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള അതുവരെ ഉണ്ടായിരുന്ന പ്രൈമറി oocyte അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ടെർഷ്യറി ഫോളിക്കിൾ ആയി തുടങ്ങിയപ്പോൾ മാത്രം ഈ അതിൻ്റെ ഉള്ളിലെ പ്രൈമറി oocyte വളരാൻ തുടങ്ങും, ഗ്രോ ചെയ്യാൻ തുടങ്ങും. സ്റ്റാർട്ടഡ് ടു ഗ്രോ. സോ ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ടെർഷ്യറി ഫോളിക്കിൾ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രൈമറി oocyteന് മനസ്സിലായി വളരാറായി. സോ ഇറ്റ് ഗ്രോസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്ത സ്റ്റെപ്പിൽ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. സോ ടെർഷ്യറി ഫോളിക്കിൾ എത്തുമ്പോഴാണ് ഈ പ്രൈമറി oocyte വലുതായി മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യണം. എന്താ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത്? പ്രോഫേസ് 1 നിൽക്കുകയായിരുന്നു. മെറ്റാഫേസ്, അനോഫേസ്, ടീലോഫേസ്. അങ്ങനെ മിയോസിസ് 1 എന്ന് പറഞ്ഞ റിഡക്ഷൻ ഡിവിഷൻ കംപ്ലീറ്റഡ് ആയി. എപ്പോൾ? ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ വെച്ച് പ്രൈമറി oocyte അതിൻ്റെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ വെച്ച് നിർത്തിയ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ടെർഷ്യറി ഫോളിക്കിളിനുള്ളിൽ വരുമ്പോഴാണ്. അങ്ങനെ അത് ടെർഷ്യറി ഫോളിക്കിളിനുള്ളിൽ വെച്ച് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഫോം ചെയ്യുന്നത് 2 അൺഈക്വൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ്, ഈക്വൽ അല്ല, ഒരുപോലെ അല്ലാത്ത അൺഈക്വൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് സെല്ലുകൾ ഫോം ചെയ്യും. ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും. ആ വലിയ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി oocyte.
അപ്പോൾ നമ്മുടെ പ്രൈമറി oocyte എന്തായി മാറി? സെക്കൻഡറി oocyte ആയിട്ട് മാറി. സെക്കൻഡറി oocyte ആണ് അതിൽ വലിയ സെല്ല്, അതിൻ്റെ ചെറിയ സെല്ലാണ് ഫസ്റ്റ് ടൈനി പോളാർ ബോഡി. അങ്ങനെ 2 ഹാപ്ലോയിഡ് സെല്ലുകളാണ് മിയോസിസ് 1 കഴിയുമ്പോൾ സംഭവിക്കുന്നത്. സോ ഇപ്പോൾ നമ്മുടെ പ്രൈമറി oocyte എന്തായിട്ട് മാറി? സെക്കൻഡറി oocyte ആയിട്ട് മാറി. എന്താണ് അതിൻ്റെ എൻവലപ്പ്? ഇപ്പോൾ ടെർഷ്യറി ഫോളിക്കിളാണ്. അഡീഷണൽ ലെയർ ഫോം ചെയ്ത് ഇപ്പോൾ ടെർഷ്യറി ഫോളിക്കിൾ എത്തുമ്പോൾ മാത്രമേ പ്രൊഫേസ് 1 ഓഫ് മിയോസിസ് 1 ടെമ്പറലി അറസ്റ്റ് ചെയ്തത് അത് ഓവർകം ചെയ്ത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി oocyte ആയിട്ട് മാറുന്നുള്ളൂ. ഇനി ഈ സെക്കൻഡറി oocyteന് എന്ത് സംഭവിക്കുന്നു? സെക്കൻഡറി oocyte ആയിട്ടുണ്ട് പ്ലസ് പോളാർ ബോഡിയുള്ള 2 ഹാപ്ലോയിഡ്. ആ സെക്കൻഡറി oocyte നമ്മൾ പറഞ്ഞു വലുതാണെന്ന് പറഞ്ഞു. ഇനി ഈ സെക്കൻഡറി oocyte ഇപ്പോൾ എന്തിൻ്റെ ഉള്ളിലാണ്? ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിലാണ്. ഇപ്പോഴും ആ സെക്കൻഡറി oocyte ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡറി oocyteന് ഇപ്പോഴും എന്താണോ പ്രൈമറി oocyteൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സൈറ്റോപ്ലാസം, ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസം അങ്ങനെ തന്നെ ആ ബൾക്കായിട്ട് അത് റീറ്റെയിൻ ചെയ്യും. സോ പ്രൈമറി oocyteൽ എന്ത് റിച്ച് ന്യൂട്രിയൻ സൈറ്റോപ്ലാസം ഉണ്ടായിരുന്നോ അതങ്ങനെ തന്നെ സെക്കൻഡറി oocyteലും റീറ്റെയിൻ ചെയ്യും, അങ്ങനെ തന്നെ നിലനിൽക്കും. ഇനി നമ്മുടെ ടെർഷ്യറി ഫോളിക്കിൾ അതിൻ്റെ ഉള്ളിൽ ആരാണ്? സെക്കൻഡറി oocyte. അങ്ങനെ ടെർഷ്യറി ഫോളിക്കിൾ സെക്കൻഡറി oocyte ഉള്ള ടെർഷ്യറി ഫോളിക്കിൾ പിന്നെ ചേഞ്ച് ചെയ്ത് എന്തായി മാറും? മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ. പിന്നത്തത് എന്താണ്? ടെർഷ്യറി ഫോളിക്കിൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ സെക്കൻഡറി oocyte ഉള്ള ടെർഷ്യറി ഫോളിക്കിൾ കുറച്ച് പ്രത്യേകത ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ പേര് വിളിക്കുന്നത്. അതിലെന്താണ് ഉണ്ടാവുന്നത്? ഈ സെക്കൻഡറി oocyteൽ വേറെ ഒരു ലെയറും കൂടി ഫോം ചെയ്യും. അതാണ് അതിന് സെക്കൻഡറി oocyteന് ചുറ്റും ഒരു സറൗണ്ടിങ് ഒരു ലെയർ ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് സോണ പെല്യൂസിഡ. അതിൻ്റെ ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള ഈ സെക്കൻഡറി oocyteന് ചുറ്റും ഒരു സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞ ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയറിനെയാണ് നമ്മുടെ സ്പേം വന്ന് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ കയറാൻ നോക്കുന്നത്. സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞ ഒരു ലെയർ നമ്മുടെ സെക്കൻഡറി oocyteന് ചുറ്റും ഫോം ചെയ്തു. എപ്പോൾ? ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറിയപ്പോൾ, മെച്യൂർഡ് ആയത്. അതുകൊണ്ടാണ് അതിനൊരു സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞ ലെയർ വന്നത്. ഇനി ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്യൂർ ആയതിനു ശേഷം അത് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ റപ്ചർ ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും, റപ്ചർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ആരായിരുന്നു? സെക്കൻഡറി oocyte. സോ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡറി oocyte അഥവാ ഓവം റിലീസ് ചെയ്യും. സെക്കൻഡറി oocyte അഥവാ ഓവം ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് റപ്ചർ ചെയ്ത് റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കണ പേര് ഓവുലേഷൻ. സോ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഓവറിയിലാണ്. അപ്പോൾ നമ്മൾ പറയും റപ്ചർ ആൻഡ് റിലീസ് ഓഫ് സെക്കൻഡറി oocyte ഓർ ഓവം ഫ്രം ദ ഓവറി. ഓവറിയിൽ നിന്ന് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള അത് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് സെക്കൻഡറി oocyte പുറത്തു വരുന്നു ഓവറിയിൽ നിന്ന്. ആ പ്രോസസ്സാണ് ഓവുലേഷൻ. സോ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? എംബ്രിയോണിക് സ്റ്റേജിലാണ്. ഫീറ്റൽ ഓവറിയിൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരുപാട് മില്യൺ ഗാമറ്റ് മദർ സെൽ അഥവാ ഊഗോണിയ ഫോം ചെയ്യുന്നു. അതിൽ കുറേ പേര് അങ്ങനെ ഊഗോണിയ മദർ സെൽ ഒരു ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നുണ്ടാവുക. അതിൽ പിന്നെ ജനിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും വേറൊരു ഊഗോണിയ ഫോം ചെയ്യില്ല. ആ ഊഗോണിയ ഡിവൈഡ് ചെയ്ത് പ്രൊഫേസ് 1 ഓഫ് മിയോസിസിൽ നിന്നിട്ട് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത് ടെമ്പറലി അറസ്റ്റ് ചെയ്ത് എന്തായി മാറുന്നു? പ്രൈമറി oocyte ആയിട്ട് മാറുന്നു. ഈ പ്രൈമറി oocyte പിന്നീട് ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളൊന്നുമില്ലാതെ സസ്പെൻഡ് ചെയ്യും. പ്യൂബർട്ടി വരെ അങ്ങനെ തന്നെ പ്രൈമറി oocyte ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുറച്ച് ഡെഫിനിറ്റ് നമ്പർ ഓഫ് പ്രൈമറി oocyteോട് കൂടിയാണ് ജനിക്കുക. ഇനി ഈ oogenesis കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടി ആകുമ്പോഴാണ് oogenesisൻ്റെ നെക്സ്റ്റ് ഈ പ്രൈമറി oocyteൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് തുടങ്ങുള്ളൂ. അപ്പോൾ ഓരോ പ്രൈമറി oocyteനും ഒരു ഗ്രാനുലോസ സെൽസ് വെച്ച് കവർ ചെയ്യുമ്പോൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നു. ഈ പ്രൈമറി ഫോളിക്കിളിൽ കുറേയൊക്കെ ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ളതിൽ കുറേ ഫോളിക്കിൾസുകൾ ഡീജനറേറ്റ് ചെയ്ത് പ്യൂബർട്ടി ആകുമ്പോൾ ഒരു 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾ മാത്രമേ റിമൈനിങ് ചെയ്യുള്ളൂ. പിന്നീട് ആ പ്യൂബർട്ടി സമയത്ത് ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നു. സോ പ്രൈമറി ഫോളിക്കിൾ പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി ഫോളിക്കിളിൻ്റെ കൂടെ മോർ ഗ്രാനുലോസ സെൽസും തീക്ക സെൽസും വരുമ്പോൾ അതിന് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയുന്നു. ഈ സെക്കൻഡറി ഫോളിക്കിളിൽ കൂടെ സ്പെഷ്യലായിട്ട് ആന്ത്രം എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വരുന്നു. അതുപോലെ അതിൻ്റെ തീക്ക
എക്സ്റ്റേണ ഇൻറ്റേണ ആയിട്ട് മാറുന്നു. അങ്ങനെ സെക്കൻഡറി ഫോളിക്കിൾ ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറുന്നു. ഇത് സെക്കൻഡറി ഫോളിക്കിളും ഫ്ലൂയിഡും ആന്ത്രും ഒക്കെ വരുമ്പോഴാണ് നമ്മളതിന് ടെർഷ്യറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പോഴും അതിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രൈമറി യൂസൈറ്റ് ആയിരുന്നു. ടെർഷ്യറി ഫോളിക്കിൾ എത്തുമ്പോൾ മാത്രം അതിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി യൂസൈറ്റ് അതിൻ്റെ മിയോസിസ് 1 പ്രോഫേസ് 1 കഴിഞ്ഞുള്ള ഫർദർ ഡെവലപ്മെൻറ്റിലൂടെ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് 2 അൺഈക്വലായുള്ള ഹാപ്ലോയിഡ് സെല്ലിൽ ഒരു ലാർജ് സെക്കൻഡറി യൂസൈറ്റും ഒരു സ്മോൾ ഫസ്റ്റ് ടൈനി പോളാർ ബോഡിയും ഫോം ചെയ്യുന്നു. അതിനുശേഷം ആ സെക്കൻഡറി യൂസൈറ്റ് ടെർഷ്യറി ഫോളിക്കിളിനുള്ള സെക്കൻഡറി യൂസൈറ്റ് പ്രൈമറി യൂസൈറ്റിനുള്ള അതേ ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസത്തോടു കൂടി ജീവിക്കുന്നു അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡറി യൂസൈറ്റുള്ള ടെർഷ്യറി ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു? ടെർഷ്യറി ഫോളിക്കിൾ മെച്യൂർ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. ഈ മെച്യൂർ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സെക്കൻഡറി യൂസൈറ്റിൻ്റെ ചുറ്റും ഒരു സോണ പെലൂസിഡ എന്ന് പറഞ്ഞ ലെയർ ഉണ്ടായിരിക്കും. അതിനുശേഷം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് പൊട്ടി അതിൽ നിന്ന് സെക്കൻഡറി യൂസൈറ്റ് ഓവറിയിൽ നിന്ന് പുറത്തു വരും. ആ പ്രോസസ്സാണ് ഓവുലേഷൻ. സോ സ്റ്റാർട്ടിങ് 3 മില്യൺ ഗാമറ്റ് മദർ സെൽ ഉണ്ടെങ്കിലും അവസാനം വളരെ കുറച്ച് 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ പ്യൂബർട്ടി ആകുമ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഇതിൽ തന്നെ ഒരു ഒരു അറൗണ്ട് 50 ഇയേഴ്സോടുകൂടി ഫീമെയിലിൻ്റെ ഈ സ്റ്റേജ് ഓവം ഫോർമേഷൻ CC എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഫോളിക്കിളിൽ എല്ലാവർക്കും ഈ പ്രൈമറി ഫോളിക്കിളിൽ എല്ലാവരും ഓവമായിട്ട് മാറില്ല, അഥവാ സെക്കൻഡറി യൂസൈറ്റായിട്ട് മാറില്ല. അതിൽ ചാൻസ് ബൈ ചാൻസ് ഏതെങ്കിലും ഒരു 400 ഒരു 500 ഇതിന് മാത്രമേ ചാൻസ് കിട്ടുള്ളൂ എന്തായിട്ട് മാറാനുള്ളൂ. പ്യൂബർട്ടി ആയിക്കഴിഞ്ഞാൽ ഈ ഫോളിക്കിളിൽ ഏതെങ്കിലും ഒരു 400 ഒരു 500 ആ റേഞ്ചിലുള്ള ഫോളിക്കിൾസ് മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? ഈ സെക്കൻഡറി യൂസൈറ്റ് അഥവാ ഓവമായിട്ട് മാറുള്ളൂ.